ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി. വായന തുടരുന്നു. അധ്യായം 1, ഭാഗം 2. അനിശ്ചിതത്വങ്ങൾ. ചോദ്യം: യുദ്ധങ്ങൾ ലോകത്തെ ബാധിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഈ അനിശ്ചിതത്വങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നത്? ഉത്തരം: അതിമോഹം യുദ്ധത്തിന് കാരണമായി തീരുന്നു. യുദ്ധങ്ങൾ അനിശ്ചിതത്വങ്ങളെ സൃഷ്ടിക്കുന്നു. പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർ മാത്രമേ യുദ്ധത്തിൻ്റെ അവസാനം കണ്ടിട്ടുള്ളൂ. അത്യാർത്തി പെരുകുകയാണ്. മനുഷ്യൻ്റെ ഗ്രഹണശക്തി അഥവാ അവബോധമില്ലായ്മയാണ് പ്രശ്നം. വളരെ ചെറിയ ഒരു ജീവിതത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. വളരെ ഹ്രസ്വമായ ഒരു ജീവിതകാലം. നമുക്ക് ആവശ്യം സ്നേഹം മാത്രമാണ്. കഷ്ടപ്പാടും വിദ്വേഷവും ആവശ്യമില്ല. എന്നാൽ നാം അവയെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് നാം പരാതി പറയുന്നു. വെറുപ്പ് കൊണ്ടും നിഷേധാത്മകത്വം കൊണ്ടും മനസ്സു ചുരുങ്ങുമ്പോൾ മനുഷ്യൻ ആലോചിക്കാതെ പ്രവർത്തിക്കുന്നു. അതായത് വൈകാരിക പ്രവൃത്തികൾ, വികാരവിക്ഷോഭങ്ങൾ. എന്തിനേറെ, വാഹനം ഓടിക്കലും ഭക്ഷണവും എല്ലാം വികാരപരം. ബുദ്ധി ഒഴിഞ്ഞു മാറുന്നു, അല്ലെങ്കിൽ അവധിയിൽ പോകുന്നു. ബുദ്ധിയുടെ മേൽനോട്ടം ഇല്ലാതെ വരുമ്പോൾ വികാരങ്ങൾ നാശം വിതയ്ക്കുന്നു. ജീവിതം ദുരിതപൂർണമായി തീരുന്നു. ജനങ്ങൾ ചിലപ്പോൾ അവരുടെ വികാരങ്ങളെ ലഹരിയിൽ മുക്കിക്കൊല്ലുവാൻ ശ്രമിക്കുന്നു. ഇത് നമുക്ക് ചുറ്റും കാണാറുള്ളതാണ്. യുദ്ധം വീട്ടിനകത്ത് തുടങ്ങുന്നു. അസ്വസ്ഥമായ ഒരു മനസ്സ് സമൂഹത്തെ അസ്വസ്ഥമാക്കുന്നു. കൂട്ടായ അസ്വസ്ഥത അത്യാപത്തുകൾ ഉണ്ടാക്കുന്നു. തുടരെയുള്ള വിപത്തുകൾ യുദ്ധത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ ഉദ്ഭവം മനസ്സിലാണ്. പിന്നീട് അത് പുറം ലോകത്ത് രൂപം കൊള്ളുന്നു. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും കുറിച്ച് ജാഗ്രത വേണം. ക്രൂരതയിൽ ആനന്ദം ലഭിക്കുന്ന ചിന്തകൾക്ക് പകരം ജീവിതത്തെക്കുറിച്ചുള്ള ഉയർന്ന അവബോധം ഉണ്ടാകണം. ദയാപരമായ പ്രവർത്തനങ്ങൾ പ്രകടമായി, സ്ഥിരമായി ചെയ്യണം. ആത്മാർത്ഥമായി, നിരുപാധികമായി പരോപകാരം ചെയ്യുവാൻ നാം കുട്ടികളെ പഠിപ്പിക്കണം. ദയ, സഹാനുഭൂതി, അനുകമ്പ മുതലായവ പോഷിപ്പിക്കണം. ചിന്തയും പ്രവൃത്തിയും ബോധപൂർവമാകണം. ഒരിക്കലും വികാരപരമാകരുത്. ഒരാളുടെ മാത്രം പരിശ്രമം കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ സ്വഭാവം മാറ്റുവാൻ കഴിയുകയില്ല. എങ്കിലും ഒരാൾക്കൊരു മാതൃകയാകാൻ കഴിയും. അതുകൊണ്ട് നന്മയ്ക്കായി പ്രവർത്തിക്കാതിരിക്കുന്നതിന് സമൂഹത്തിൻ്റെ സ്വഭാവം ഒരു ഒഴികഴിവാകരുത്. സമൂഹം മഹാചിന്തകന്മാരെ അവരുടെ ജീവിതകാലത്ത് ഒരിക്കലും ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. സമൂഹം അതിന് മനസ്സിലാക്കാൻ കഴിയാത്തതിനെ ഇല്ലായ്മ ചെയ്യുവാൻ തുനിയുകയും ചെയ്യുന്നു. ഇത് ഒരിക്കലും ഒരു മഹാചിന്തകനെയും പിന്തിരിപ്പിച്ചിട്ടില്ല. അവർ എല്ലായ്പ്പോഴും അവരുടെ നിയോഗവുമായി മുന്നോട്ടു പോകുകയും സമാധാനത്തോടെ മരിക്കുകയും ചെയ്തു. സ്വർഗരാജ്യം അവരുടെ ഉള്ളിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് മാതൃകയാകാൻ കഴിയും. ആത്യന്തികമായ സത്യം നിങ്ങളുടെ ആത്മാവ് ശുദ്ധമാണ് എന്നതാണ്. ആത്മാവിൻ്റെ കൂടെ നിൽക്കൂ. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം കളങ്കമെല്ലാം പുറമേ മാത്രമാണ്. അതിനെ പുറത്തു തന്നെ നിർത്തൂ. മാലിന്യത്തെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ജീവിതം വികസ്വരമാകും. ചോദ്യം: ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനുഷ്യൻ്റെ അത്യാഗ്രഹമാണെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. ഭൂമി എന്ന ഗ്രഹത്തിലുണ്ടാകുന്ന നാശങ്ങൾ ഭൂമിയിലെ ജീവജാലങ്ങളെ കൂടി നശിപ്പിക്കും എന്നും അങ്ങ് പറഞ്ഞു. ആഗോള താപനത്തെക്കുറിച്ചാണോ അങ്ങ് പറഞ്ഞത്? മറ്റൊരു ഹിമയുഗമോ പ്രളയമോ ഉണ്ടാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഉത്തരം: ഇത് വ്യക്തിപരമായ ഒരു കത്തിൽ ചർച്ച ചെയ്തതാണ് എന്ന് തോന്നുന്നു. ഒരുപക്ഷേ അതിൻ്റെ സാരാംശം ഞാൻ വേണ്ടത്ര വിശദമാക്കിയിട്ടുണ്ടാവില്ല. വെള്ളപ്പൊക്കവും വ്യാപകമായ നാശവും ഉണ്ടായേക്കാം. ഹിമയുഗം ഉണ്ടാവില്ല. ഹിമക്കൊടുമുടികൾ ഉരുകുകയാണ്. ജലപ്രളയം രാജ്യങ്ങളെ നശിപ്പിച്ചേക്കാം. ഭൂമി ഉണ്ടായപ്പോൾ ജീവജാലങ്ങളുടെ സമാധാനപരമായ അധിവാസത്തിന് ആവശ്യമായ ഊർജ സ്രോതസ്സുകളും ഉണ്ടായി. സൂര്യനും വായുവും വെള്ളവും തീയും ഊർജ സ്രോതസ്സുകളാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഭൂമിക്കകത്തുള്ള എണ്ണ നമ്മുടെ ശരീരത്തിലെ സന്ധികളിലെ ചലനം എളുപ്പമാക്കുന്ന ദ്രാവകം പോലെയാണ്. എണ്ണയില്ലെങ്കിൽ ഭൂമി വിണ്ടുപോകും. അപ്രകാരം നാം ഭൂമിക്ക് വളരെ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുവഴി ഭൂമിയുടെ ഉള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്ന എല്ലാ വിഷങ്ങളെയും നാം ആകാശത്തിലേക്ക് തുറന്നുവിട്ടിട്ടുണ്ട്. ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്ന് പുതുക്കി ഉപയോഗിക്കുവാൻ കഴിയാത്ത പല പദാർത്ഥങ്ങളെയും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കുടൽ പൊട്ടിച്ചിന്തുമ്പോൾ മരണം ആസന്നമാണ്. അത് ഇന്നോ നാളെയോ സംഭവിക്കാം. ഭൂമിയിലെ ജൈവസമൂഹവും പരിതസ്ഥിതിയും ചേർന്ന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും.
വെള്ളപ്പൊക്കം, ആഗോളതാപനം, ഭൂകമ്പം അങ്ങനെയുള്ളവയല്ല. ധ്രുവങ്ങളിലെ കട്ടിയായ മഞ്ഞിൽ ഉറഞ്ഞുകിടന്ന ചില മാരകമായ വൈറസുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്രകാരമുള്ള കൊടിയ നാശമാണ് അത് ഉണ്ടാക്കുക എന്ന് നമുക്ക് ഊഹിക്കുവാൻ പോലും പ്രയാസമാണ്. ഇതിനെ ഒന്ന് സമഗ്രമായി നോക്കൂ. പ്രകൃതി എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടത് സംഭരിച്ചു നൽകുന്നുണ്ട്. പൂർണ്ണമായ കാലപ്പൊരുത്തമുണ്ട്. പ്രകൃതിയുടെ ഋതുക്കളുടെ നിയതമായ ഗതിയിൽ നാം മാറ്റം വരുത്തുന്നില്ലെങ്കിൽ എല്ലാം കൃത്യമായി നടക്കുന്നു. സൂര്യൻ അവധിയെടുക്കുന്നില്ല. ആവശ്യത്തിൽ കൂടുതൽ മഴ ഉണ്ടാകുന്നില്ല. തുടച്ചു വെടിപ്പാക്കൽ ആവശ്യമായി വരുമ്പോൾ മാത്രം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. മിന്നൽ പിണർ ആകാശത്തിലുള്ള വിഷവാതകങ്ങളെ കത്തിച്ചു കളയുക കൂടി ചെയ്യുന്നു. ഓസോൺ പാളി വിഷമയമായ വികിരണങ്ങളിൽ നിന്ന് ജീവനെ രക്ഷിക്കുന്നു. പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ടുണ്ട്. ജീവിതത്തെയും അതിൻ്റെ സ്വഭാവത്തെയും പ്രകൃതിയെ തന്നെയും മനസ്സിലാക്കാനുള്ള ഉത്കൃഷ്ടമായ ബുദ്ധിശക്തിയെയും നമുക്ക് തന്നിട്ടുണ്ട്. നാം വനങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. നമ്മെപ്പോലെ ഭൂമിയുടെ മേൽ തുല്യ അവകാശമുണ്ടായിരുന്ന നമ്മുടെ സഹജീവികളെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. വിവേകരഹിതമായി പാഴ്വസ്തുക്കളെ കൈകാര്യം ചെയ്തതിലൂടെ ലോകത്തിലെ ജലാശയങ്ങളെ നാം മലിനമാക്കിയിട്ടുണ്ട്. പാഴ്വസ്തുക്കളെ പുതുക്കി ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുവാൻ നാം ഇപ്പോൾ ശ്രമിക്കുകയാണ്. ഇതിന് എന്ത് പേരാണ് നൽകേണ്ടത്? ഭാവനാരാഹിത്യം, ഉദാസീനത. ലാഭത്തിന് മുൻഗണന നൽകുമ്പോൾ ജീവിതം ചിന്തയും വാക്കും പ്രവൃത്തിയും ഉൾപ്പെടെ വിട്ടുവീഴ്ചയുടേതായിത്തീരുന്നു. പ്രവൃത്തികൾ നിർവികാരമായിത്തീരുന്നു. ജനങ്ങൾ നിർവികാരമായിത്തീരുന്നു. യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. വിനാശം സംഭവിക്കുന്നു. നമ്മുടെ സ്വകാര്യ ലാഭത്തിനു വേണ്ടിയുള്ള പരിപാടികളുടെ ഫലമായി കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയുള്ള പല കൊടിയ നശീകരണങ്ങൾ ഭൂമിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വർത്തമാനകാലത്തിലും നാം ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം സൂര്യനിൽ നിന്നോ കാറ്റിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ ഉള്ള ഊർജം ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രകൃതിയുമായി പൊരുത്തപ്പെടുന്നതാണ്. അതുമൂലം അന്തരീക്ഷത്തിലേക്ക് വിഷം വമിക്കുന്നില്ല. ഇപ്പോൾ കരുതലോടെ പ്രവർത്തിക്കാതെ ഭാവിയിൽ നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാനാവില്ല. ഇന്നത്തെ പ്രവൃത്തികളാണ് നാളത്തെ യാഥാർത്ഥ്യം. ഇന്ന് ചെയ്യുന്നതിൻ്റെ ഫലം നാളെ സംഭവിക്കുന്നു. കൂടുതൽ നല്ല ഒരു ഇന്നിനെ നിർമ്മിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല ഒരു നാളെയെ പ്രതീക്ഷിക്കാം. പരിവർത്തനം, ദ ഷിഫ്റ്റ്. ആസന്നമായ പരിവർത്തനം മാറ്റങ്ങളെ ഉദാത്തവൽക്കരിക്കുന്നു. ഭൂമിയുടെ ഭൗതിക മണ്ഡലത്തിൽ മാത്രമല്ല, വികാരപരവും ആത്മീയവും സാമ്പത്തികവുമായ മണ്ഡലങ്ങളിലും മാറ്റമുണ്ടാകുന്നു. നമ്മുടെ നിർവികാരത, അത്യാഗ്രഹം, പ്രാകൃത സ്വഭാവം, ക്രൂരത, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിലുള്ള ആനന്ദം എന്നിങ്ങനെയുള്ള എല്ലാ നിഷേധാത്മക വശങ്ങളും നിരുപാധികമായ സ്നേഹത്തിലേക്ക് വഴിമാറണം. ഇതാണ് പരിവർത്തനം. ഇത് ബോധാവസ്ഥയുടെ ഒരു മാറ്റമാണ്. നമുക്ക് ഉണരുവാൻ ചിലപ്പോൾ ശക്തമായ ഒരു കുലുക്കൽ ആവശ്യമായി വരും. നാം എല്ലാം ബോധപൂർവമല്ലാത്ത ജീവിതമാകുന്ന ഉറക്കത്തിലാണ്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും സംബന്ധിച്ച മിക്കവാറും പ്രവർത്തനങ്ങൾ ഉപബോധമാണ് നിയന്ത്രിക്കുന്നത്. നമ്മുടെ ബോധമനസ്സിനെ വിശ്വസിക്കാനാവില്ല. അത് എപ്പോഴും അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഇന്ദ്രിയങ്ങളെ സഹായിക്കുന്നു, എന്നാൽ എപ്പോഴും ഒരേ ഇന്ദ്രിയത്തിൻ്റെ കൂടെ നിൽക്കുന്നില്ല. നമുക്ക് ഒരു സമയത്ത് ഒരു ഇന്ദ്രിയം മാത്രമേ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയില്ല. ചിന്തയിലും വാക്കിലുമുള്ള ശ്രദ്ധ കുറച്ചുകൊണ്ട് പ്രവൃത്തിയുടെ വേഗം കൂട്ടാം. നമുക്ക് ഒരു സമയത്ത് ഒരു പ്രവൃത്തിയിൽ മാത്രമേ ഉറച്ച മനസാന്നിധ്യത്തോടെ പൂർണ്ണമായി മുഴുകുവാൻ കഴിയുകയുള്ളൂ. എത്ര കൂടുതൽ അങ്ങനെ ചെയ്യുന്നുവോ അത്ര കൂടുതൽ നാം വർത്തമാനകാലത്തിൽ സ്ഥിതി ചെയ്യും. ഉപബോധ മനസ്സിൻ്റെ വ്യാപാരങ്ങളെ അവിടെ നിന്ന് ബോധമനസ്സിലേക്ക് കൈമാറുന്നതിൻ്റെ തോതനുസരിച്ച് നാം ശീലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. അനിച്ഛാപരമായ പ്രവൃത്തികൾ കുറയുന്നതനുസരിച്ച് നാം വർത്തമാനകാലത്തിൽ കൂടുതൽ നിലകൊള്ളും. വർത്തമാനകാലത്തിൽ എത്ര കൂടുതൽ നിലനിൽക്കുന്നുവോ അത്ര കൂടുതൽ അസ്തിത്വത്തിലേക്ക് വികസിക്കും. കേവലം ധ്യാനം, പ്രാണായാമം മുതലായ കർമ്മങ്ങളല്ല പരിവർത്തനത്തെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത്. ഈ പദ്ധതികൾ കൂടി നേടിയ ബോധമാണ്. 2012 പരിവർത്തനത്തിൻ്റെ ആഴം എത്രയുണ്ടെന്ന് ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടാ. പല ഊഹങ്ങളും ഉണ്ട്. അതൊക്കെ വിട്ടുകളയൂ. അസ്തിത്വത്തിൻ്റെ തലത്തിലേക്ക് വരൂ. ബോധപൂർവമല്ലാത്ത പ്രവൃത്തികൾ കുറയ്ക്കൂ. എല്ലാം ബോധപൂർവം ചെയ്യൂ. അപ്പോൾ നിങ്ങൾ അസ്തിത്വത്തിൻ്റെ തലത്തിലേക്ക് മാറും.
ഈ മാറ്റം നിങ്ങളെ യഥാർത്ഥ പരിവർത്തനത്തിലൂടെ കൊണ്ടുപോകും. മനസ്സിൻ്റെ ചാഞ്ചാട്ടം കൊണ്ട് ഉണ്ടാകുന്ന ഉത്കണ്ഠകളും ഭയങ്ങളും കുറയും. നിങ്ങൾ സമചിത്തത വികസിച്ചാൽ ദുരന്തങ്ങൾ ഉണ്ടാവുകയില്ല. പുറത്ത് എന്ത് സംഭവിച്ചാലും നിങ്ങൾ സർവ്വജനീനമായ സ്നേഹം എന്ന അടിത്തറയിൽ ഉറച്ചു നിൽക്കും. പ്രതീക്ഷകളില്ല, നിരാശകളില്ല. ഇതാണ് പരിവർത്തനത്തെ സഹായിക്കുക. ആഗോളതാപനം മൂലം വെള്ളത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതും അത് പരത്തുന്ന രോഗങ്ങളും മഹാവിപത്തുകൾക്ക് കാരണമായേക്കാം. ലോകത്തിലെ പല ദ്വീപുകൾ വെള്ളത്തിൽ ആഴ്ന്നുപോയേക്കാം. റേഡിയോ തരംഗ ദോളന നിരക്കിൽ വരുന്ന വർധനയോ ധ്രുവചലന സാധ്യതകളെയോ വാർത്താവിനിമയ വൈദ്യുതി സാങ്കേതിക വിദ്യാ വ്യവസ്ഥയെ ആകെ അപകടത്തിലാക്കിയേക്കാം. ഒരു യുദ്ധബാധിതമായ തലമുറ അനുഭവിച്ചിരിക്കാവുന്ന നിസ്സഹായത പോലെ നാം നിസ്സഹായരായി പോകും. ഭാവിയിൽ മെച്ചപ്പെടുമെന്ന പ്രത്യാശ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അസ്തിത്വമാണ് താക്കോൽ, വസ്തുനിഷ്ഠതയിൽ നിൽക്കലാണ് മാർഗം.